സാമൂഹിക മാധ്യമങ്ങൾ വഴി സ്ത്രീകളെയും ജനപ്രതിനിധികളെയും വ്യക്തിഹത്യ നടത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഓൺലൈൻ മഞ്ഞപ്പത്ര സംസ്കാരത്തിനെതിരെ കടുത്ത നടപടിയുമായി അടൂർ പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രമുഖ യൂട്യൂബർ രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. IT ആക്ട് ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരമറിഞ്ഞ് ഒളിവിൽ പോയ രാജൻ ജോസഫിനെ വളരെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് അടൂർ പോലീസ് സംഘം എറണാകുളത്ത് നിന്നും പിന്തുടർന്ന് പിടികൂടിയത്. ഇന്നലെ രാത്രിയോടെയാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിയെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ നാടകീയ സംഭവങ്ങളാണ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. തനിക്കെതിരെ മോശം പ്രചരണം നടത്തിയ പ്രതിയെ കാണാൻ പരാതിക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ നേരിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ നേരിൽ കണ്ടതിനു ശേഷം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അടുത്ത പ്രതികരണവും പരിഹാസവും നിറഞ്ഞ പോസ്റ്റ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അവിഹിത കഥകൾ കൃത്രിമമായി നിർമ്മിച്ചത് വീഡിയോകളാക്കി മാറ്റി സാമൂഹിക മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം കണ്ടെത്തുന്ന ഒരു യൂട്യൂബ് മാലിന്യമാണ് ഒടുവിൽ പോലീസ് പിടിയിലായതെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന രാജൻ ജോസഫിനെ അടൂർ പോലീസ് കൃത്യമായി വലയിലാക്കുകയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് താൻ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ലോക്കപ്പിൽ കഴിയുന്ന പ്രതിയെ നേരിൽ കണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം പരസ്യമാക്കി. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ നിലത്തിരിക്കുകയായിരുന്ന പ്രതിയോട് ചെന്ന് 2 വാക്കുകൾ സംസാരിക്കുകയും നേരിട്ട് പരിചയപ്പെടുകയും ചെയ്ത ശേഷമാണ് താൻ മടങ്ങിയതെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി ലോക്കപ്പിൽ വെറും നിലത്ത് കിടന്നാണ് പ്രതി ഉറങ്ങിയതെന്നും ആ ഉറക്കം തികച്ചും സുഖകരമായിരുന്നുവെന്ന് താൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അവർ പരിഹാസത്തോടെ കുറിച്ചു. അടൂരിൽ വെച്ച് നിയമപരമായ എന്തു സുഖക്കുറവ് പ്രതിക്കുണ്ടായാലും അത് പരിഹരിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകും. എന്നാൽ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി കടന്നാൽ രാജന് വേണ്ട സുഖകരമായ താമസം അഥവാ അക്കമഡേഷൻ തങ്ങൾ കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അതിനുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ അശ്ലീലവും അപവാദങ്ങളും പ്രചരിപ്പിച്ച് പണം സമ്പാദിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ അറസ്റ്റെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അവിഹിത കഥകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സാമൂഹിക മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് മാലിന്യം രാജൻ അറസ്റ്റിലായി. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജനെ അടൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം എറണാകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന ടിയാൾ നിലത്തിരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു പരിചയപ്പെട്ടു. ഞാൻ തിരികെ പോരുന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്നുറങ്ങിയെന്നറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്ന് ഉറപ്പാക്കിയിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവുണ്ടെങ്കിലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജന്റെ സുഖകരമായ അക്കമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ജനപ്രതിനിധിയെ വ്യക്തിഹത്യ നടത്തിയ കേസിൽ അകത്തായ യൂട്യൂബർക്ക് നേരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെയും പരാതിക്കാരിയുടെയും തീരുമാനം.